വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളെ ഈ സെറ്റപ്പൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവും. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി, കറക്റ്റ് 5 മണിയാണ്. ഞങ്ങൾ പോകുന്നത് വയനാടാണ്. വലിയ ട്രിപ്പൊന്നുമല്ല, ഒരു ചെറിയൊരു ട്രിപ്പ് പോയി വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തയ്യാറെടുക്കുന്നത്. രാവിലെ നേരത്തെ പോവാം. അപ്പം നമ്മൾ നേരത്തെ പോകുമ്പോൾ നല്ലൊരു വൈബാണല്ലോ. അപ്പം അങ്ങനെ പോകാൻ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ പോണത് ബുള്ളറ്റിലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. ഇപ്പോൾ സുബ് ബാങ്കൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നെയാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഐസമോൾ ചെരുപ്പൂരുണ്ടോ? വേണ്ടല്ലോ, ഈ കാൽമ നിന്നോട്ടെ. ഇതാക്കണേ എടുക്കണ്ടോ? അതിന്റെ ഇത് ചെരുപ്പിടെ ചെരുപ്പിട് ചെരുപ്പിടൈസ കേറൈസോ. കേറിയോ? അങ്ങനെ ഞങ്ങൾ പോരുന്ന വൈകുന്നേരമാണ് ബാങ്ക് കൊടുത്തത്. ബാങ്ക് കൊടുത്തപ്പോൾ രണ്ടാളും നിസ്കരിക്കാൻ വേണ്ടി കയറി. നിസ്കരിച്ച് ഇറങ്ങുന്ന വീഡിയോ ആണ് കണ്ടുകൊടുക്കുന്നത്. യാഫിയും പോയിനി. ഇപ്പോൾ ഏകദേശം വെളിച്ചം വെച്ചൊക്കെ വരുന്നുണ്ട്. നല്ല വെളിച്ചം വെച്ച് വരുന്ന സമയമാണ്. പക്ഷെ നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പാണ്. നല്ല മഞ്ഞിൻ്റെ സമയമാണ്. അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇപ്പോൾ നല്ല മഞ്ഞിൻ്റെ സമയമാണ്. അപ്പോൾ നല്ല രസമൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ ചുരത്തിൻ്റെ തുടക്കത്തിലെത്തിയാണ്. ചുരം കയറാനുള്ള സമയം ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അടുക്കോ ബാ, ഇങ്ങോട്ട് വേണം, ഇതിലാണ്. ഇവിടെ വായിച്ചു എന്താ കാട്ടുന്നത്? ഇതെന്താ കുപ്പായം കാട്ടുന്നത്? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചാണ്ട് ഇറങ്ങി. രാവിലെ ഒന്നും കഴിക്കാതെ ഞങ്ങൾ പോകുന്നതല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് കാടമുട്ടയും ഹോർലിക്സോ ബൂസ്റ്റോ ചായ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിൽ ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഐസക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അത് കഴിച്ച് ഇങ്ങനെ ബാക്കി പോകാൻ വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ കഴിച്ചാണ്ട് ഇറങ്ങുകയാണ്. ഐസക്ക് ബൂസ്റ്റാണ്.
അത് വെച്ചെടുത്തേ അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ചുരത്തിൻ്റെ ടോപ്പിലെത്തിയേ. ഞങ്ങൾ അവിടുത്തെ നേരത്തെ പോകുന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ നല്ല വെളിച്ചമൊക്കെ വെച്ചാണ്. അപ്പം ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. യാത്ര എവിടെ ഇരിക്കണേ? കാണുന്നുണ്ടോ? നമ്മളിവിടെ എത്തിയ സമയമായപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു. ഇവിടെ വണ്ടിയൊക്കെ എല്ലാവരും പാർക്ക് ചെയ്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വയനാട് എന്ന് പറഞ്ഞു വരുന്നത് ഈ ഒരു വ്യൂ കാണാനാണ് മക്കളെ. ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നമ്മളിത് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കും. ഇത് കാണാനായിട്ടാണ് ഈ മനുഷ്യന്മാർ മുഴുവനും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തൊക്കെ നോക്കിയാൽ ഭയങ്കര രസമാണല്ലോ. നല്ല മഞ്ഞിൻ്റെ സമയമാണ്. കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക മതിയാവും ചിലപ്പോൾ. കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേനും നല്ല വെളിച്ചമൊക്കെ വെച്ച്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേ യാഫി ഓൻ്റെ ബോക്സ് എടുത്താണ് നല്ല പാട്ടാണ്. ഐസ ഐസ ഇങ്ങോട്ട് നോക്ക. ഐസ യോ പറയും ഇത് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? കളിച്ചൂട്. യാഫിന്റെ പാട്ടിലായി ഇത് നല്ല ഡാൻസാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകാം. ഇപ്പം ഞങ്ങൾ നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗത്ത് എത്തിയണേ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടേക്ക്. ഐസ കട ഇറങ്ങിയാണ്. നമ്മളിന്ന് ഇങ്ങോട്ട് നിന്ന് ഇറങ്ങി നോക്കാം. ഐസ ഇറങ്ങുന്നുണ്ട്. നല്ല പോയിക്കോ, മതിക്ക് പോകും. ഇത് പിടിച്ചൊരു തല നീ പിടിച്ചിറങ്ങിക്കോ. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ലേ? നീ കണ്ടു പറ്റോ? കാറ്റെടുത്ത് ഇതെന്നെ കാണില്ല. ബേക്കൽ നിന്ന് കളിയാട്ടെടുത്ത് കിടക്ക് കിടക്ക്.
അതെടുത്ത് പോര്, പാട്ട് ഓഫ് ആക്കിയാ മതി. നല്ല രസമുണ്ട് പോനെ. ആദ്യമായിട്ട് പോണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇത് മുഴുവൻ അങ്ങോട്ട് കേറി പോരണ്ടേ? എത്ര പണിയുണ്ട്, ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. മോനൂടെ നമുക്ക് രണ്ടാക്കും നടക്കുന്ന വീഡിയോ എടുക്കുക. അവിടെ നിൽക്കട്ടോ, വീഡിയോ എടുക്കലേ ഞാൻ പറഞ്ഞു. എടുക്കുഞ്ഞാടി നന്നായി. ഇപ്പം ഞങ്ങളവിടെ കയറി മേലെ കയറുകയാണ്. ഇപ്പോൾ 9:30 ആയിണേ. വെയിൽ അരച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചൂട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കയറിയാൽ എന്താ പാട് അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരാളിതാ അവിടെ മേലെത്തിട്ടോ. യാഫി ഐജൊക്കെ ഇനി എടുക്കാ നമ്മൾ പോണേ. റാഫിയെ മേത്ത് ചളിയാക്കല്ലേ. അങ്ങനെ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ കയറുകയാണ്. ഐസ കുറേ സമയമായിരിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയണേ. അപ്പോൾ നമ്മൾ നല്ല ഫുഡുള്ള ഹോട്ടലിൽ നോക്കി പോയി നോക്കുക. ഞങ്ങൾക്കും നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോണത് ഫുഡ് കഴിക്കാനാണ്. എന്നിട്ട് ബാക്കി യാത്ര. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് ഈ ഹോട്ടലിൽ നിന്നാണ്. ഈ ഹോട്ടൽ തപ്പി നടന്ന് കിട്ടിയതാണ്. എവിടെയൊന്നും എനിക്കറിയില്ല ഇനി. അപ്പോൾ ഏതായാലും ഞങ്ങൾ കണ്ടെത്തി ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ. പൊറാട്ട ചൂടുണ്ടാക്കുക. എനിക്ക് എന്താ, എനിക്ക് ബീഫാണോ ഇതാണോ വേണ്ടി? ഈ കറിയാണോ വേണ്ടി? ഈ കറിയാണോ വേണ്ടി? ഇത് ബീഫ് ഇടട്ടെ. ഇട്, വികാതെ എടുക്ക്. അതിട്ടിട്ട് എടുക്കാം. വെച്ചിട്ടല്ലോ എടുത്തോ, യാഫി എടുത്തോ. വെച്ചിട്ടരാം. അത് ഒരു തന്നെ കറിയാണ്. കുട്ടിക്കോ ടേസ്റ്റ് ഉണ്ടാവും. കുട്ടിക്കോ ബിസ്മില്ല തിന്നിട്ടോ. അങ്ങനെ നമ്മളിനി വയനാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് പോണത് നമ്മൾ നിലമ്പൂർ വഴിയാണ് കേട്ടോ. മുത്തങ്ങ, ഗുണ്ടൽപേട്ട, ബന്ദിപ്പൂർ, അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റൊക്കെ ടച്ച് ചെയ്ത് കണ്ട് ഊട്ടി റോഡില്ലേ, ഊട്ടി വഴിക്കുള്ള ആ റോട്ടിനാണ് പോണത്. പക്ഷെ നമ്മൾ ഊട്ടിക്കെല്ലാം ഊട്ടിയിൽ നിന്ന് പോണ ആ ഇതിൽ നിന്ന് നമ്മൾ നേരെ നിലമ്പൂർ റോഡിനാണ് തിരിയുക. അപ്പോൾ അങ്ങനെ ആ വഴിയിലൂടെ നമുക്ക് പോയൊക്കെ നല്ല രസമാണ് പോവാൻ. ഞങ്ങൾ കുറച്ച് മുന്നേ നമ്മൾ ഊട്ടി വന്നീനി. അപ്പോൾ ഈ റോട്ടിനാണ് പോന്നീനത്. അന്ന് നല്ലൊരു രസമായിന് മക്കളായിട്ട്. അന്ന് ഐസൊക്കെ ചെറുതാണ്. അപ്പോൾ ഓൾക്ക് അത്ര ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം ഓക്ക് നമ്മൾ പോണ വഴിയിൽ മാനിനെ
ഒക്കെ കാണുമല്ലോ, മാനിനെ ആനനെ അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ചെയ്യാൻ രസമല്ലേ വിചാരിച്ച് അങ്ങനെ പോവാണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ അന്ന് വന്നത് കാറിനേ കേട്ടോ. ഇപ്പം ഞങ്ങൾ പോരുന്നത് ബൈക്കുമ്മലായതുകൊണ്ട് നല്ല രസമുണ്ട് പോരാൻ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇരിക്കാനും ആക്കാനൊക്കെ, പക്ഷെ നല്ല രസമാണ്. വെയിലാണ്, ഇറങ്ങണ്ട. വെയിലല്ല നോക്കുന്നു. ഇതൊക്കെയാണ് മധുരം ഉണ്ടാവും. എത്ര റേറ്റ്? അത് കൊഞ്ഞാടി ഇതായി പോ കേടരും. അവിടെ വെച്ചാൽ ഓല ഓലും എൻ്റെ 110. 112. അത് ഇതിന്റെ വെയിറ്റ് ആണ്, അത് വേറെ തൂക്കിയതാ. 700 gram ಐತೆ, 730 gram. അതാക്കലേ ഇതാക്കലാ കട്ട് ചെയ്തത് 450 കിലോ. എത്ര 70 കട്ട് ಮಾಡಾ? ಜಾಸ್ತಿ ರೈಟ್ ವೈ ಮಧ್ಯಪ್ರದೇಶ ಕಮ್ಮಿ ಸಲ್ಲ. ಮಸಾಲಾ ഓ ഓക്കെ കവറിലിട്ട് ഒരു പീസ് കഴിക്കും. എത്ര 100 രൂപ? 70 റുപ്പീസ്. 70 ಅದು 70 ಗುರುಗಳೇ. എന്താ ಬಾಯಿ ಮೈಸೂರಿಂದ ಬರೋದು ಗುರುಗಳೇ 10 ರೂಪಾಯಿಗೆ. ഒരു ബാബാ എന്താണ് ഓൺ തിന്നോട്ടെ, എനിക്ക് തരുമല്ലോ. മസാല വേണം നോക്കിയിട്ട്. മസാല മാറ്റിനോ വേണ്ട. ടേസ്റ്റ് ഇടാം. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ കയറി. മുത്തങ്ങന്ന് ഇങ്ങനെ പോകുന്നത് നമ്മളെ ഗുണ്ടൽപേട്ടേക്കാണ് തോന്നുന്നു കയറുന്നത്. അപ്പോൾ നമ്മളെ കർണാടക സ്റ്റേറ്റ് തുടങ്ങുകയാണ്. നമ്മളെ ചെക്ക് പോസ്റ്റ് എത്തിയാണ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോണത് ഗുണ്ടൽപേട്ടയാണ്. പിന്നെ നമ്മൾ ബന്ദിപ്പൂർ എത്തും. ബന്ദിപ്പൂർ പിന്നെ മുതൽ നമുക്ക് എന്താണ് നമ്മളെ ടൈഗർ റിസർവ് തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല കാട്, അപ്പോഴാണ് നമ്മളോരോ മൃഗങ്ങളെയും കണ്ടു തുടങ്ങുന്നത്. ഇനി കാണുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ പോയി നോക്കുക. ഐസി ഭയങ്കര ത്രില്ലിലാണ് നിൽക്കുന്നത്. ആനനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പോയി നോക്കുക മക്കളായിട്ട്. ഏതായാലും
ഞങ്ങൾ പോണത് നല്ല വെയിലത്താട്ടോ, അതുകൊണ്ട് നമുക്ക് എവിടെയും സൈഡാക്കണം, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ സൈഡിലൊരു കട കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഇളനീ വാങ്ങി കുടിക്കാൻ വിചാരിച്ച് അവിടെ ഇറങ്ങിയതാണ്. ഐസി ആഫിയൊക്കെ കുടിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളും കുടിക്കാൻ വിചാരിച്ച്. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫോൺ വരാൻ ഉണ്ടാവില്ല. ഇതിന് ഉള്ളതിൽ വെച്ചാണ് ഇത്. നല്ല വെയില്. ഞങ്ങൾ നിൽക്കണത് അങ്കട. ഞങ്ങൾ അവിടെ നിന്നാണ് വത്തക്ക് ഇളനീനൊക്കെ കുടിച്ചത്. ഞാൻ അടുത്തത് എവിടെയാണ്? ബന്ദിപ്പൂര്. ആ ഓക്കെ, 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ബന്ദിപ്പൂർ. കേറ്. മാനിന്റെ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. മാനിന്റെ അടുത്തേക്ക് എങ്ങനെ പോകാൻ പറ്റുക? ഒരു കൊമ്പ് കേട്ടോ, കൊമ്പിന്റെ കൊമ്പ് തന്നെ തൊട്ട് കാണിച്ചു തരുമോ? നോക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് പോകുന്നുണ്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളവിടെ മാനിനൊക്കെ കണ്ടത്. ഇനി എന്തൊക്കെ കാഴ്ചകൾ കാണുമെന്ന് അറിയില്ല. അതിൽ നമ്മൾ പോയി നോക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, വൈകി പോരാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ ബൈക്കുമ്മലായതുകൊണ്ട് പ്രത്യേകിച്ചാണ് ഞാൻ പിന്നെയും പറയണം. ബന്ദിപ്പൂരെത്തി ഗായ്സ്, ബന്ദിപ്പൂരെത്തി. Not throw garbage. അവിടെ മാനിന്റെ അതെ പന്നി അവിടെ ഇടയില് അതിന്റെ ബാക്കില്. ഞാൻ പറ്റിച്ചല്ല, സത്യത്തിൽ ആ വീടിന്റെ ബാക്കിലുണ്ട്. ഇങ്ങനെ തലട്ട് നോക്കി പൈസ കാണുന്നത്. കഞ്ഞിയോ? പന്നി. പന്നിയേന്നോ? ഇത് പന്നിയേന്ന്. കൊരങ്ങനുണ്ടോ? അത് നോണ, അത് ചെറുതായിട്ട് നോണ. ഐസക്ക് കാണാൻ പറ്റില്ല. ഐസ ചോദിച്ച് ഏതായാലും ആനനെ കണ്ട്. ഐസ കണ്ടോ, പള്ള നിറച്ച് കണ്ടോ. വലിയ ആന കണ്ടു. പുറത്തോ? ആ അത് ശരി, ആനനോട് പറയാം നമുക്ക്. പുറത്ത് കയറണ ആനയെ ഒന്ന് വന്ന് നിന്ന് കൊടുക്കൂ. കണ്ടോ 3 ആനകൾ. നമ്മളെ ബാക്കിലുള്ള കാറുകാരോടെ നിർത്തിയപ്പോൾ ആനകൾ കുറച്ചൊരു ഇടറി നിന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ഒരാൾ തിന്നണത്? അത് തിന്നണത്. അങ്ങനെ കർണാടക സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നത്. ഇനി അടുത്തത് നമ്മൾ തമിഴ്നാട് കടക്കുകയാണോ അറിയില്ല. ഞാനിവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങി അവിടെ ഇറങ്ങിയാണ്ട് ഇങ്ങോട്ട് നടന്ന് പോകുന്നു. ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി നിന്നാണ്. ഒരു വരുന്നത് ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുകയാണ്.
നേരെ കൂടല്ലൂരല്ലേ? എത്ര കിലോമീറ്ററാ? 15. ഇനി എല്ലാം മൂലൊക്കെ കേട്ടോ. ആ കാക്ക കുളിപ്പിക്കണത് ആനനെ തന്നെയാണ്. ഇതെന്ത് വിചാരിച്ച് ആഫിയ? അത് ആന വെള്ളത്തിൽ കിടന്ന ആ പാറയാണെന്ന് വിചാരിക്കും. എനിക്ക് 35 കിലോമീറ്റർ ഉള്ളു. ഇങ്ങനെ നേരെ പോവാണെങ്കിൽ കൂടല്ലൂർക്ക് 16. ഐസമാരെ പറയാം എന്താ ചെയ്യേണ്ടിന്നുള്ളത്. എവിടുക്ക്? അപ്പൊ നാളെ സ്കൂൾ എന്ത് ചെയ്യാ? പണിയോ? അപ്പൊ എനിക്കത്തുല്ലേ? ഓൾറെഡി ലീവാണ് മാസമായിട്ട്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മൾ ഊട്ടി പോകണോ അതോ ഇനി നേരെ നമ്മൾ നിലമ്പൂർ വഴി പോകണോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിന്നാണ്. അതാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഐസി ആഫി ഊട്ടി പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പോകാൻ കുറച്ച് ദൂരം 35 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, എന്താ അറിയില്ല. അപ്പോൾ അവർക്ക് സ്കൂളുള്ളതുകൊണ്ട് നാളെ സ്കൂളിൽ ഞങ്ങൾ പോയത് ഞായറാഴ്ചയാണ്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച സ്കൂളുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഞങ്ങൾ ബൈക്കിൽ പോരുകയാണെങ്കിലും യാഫിൻ്റെ ബോക്സ് കേട്ടോ, അതിൽ നല്ല പാട്ടിട്ടിട്ടാണ് പോരുന്നത്. നമ്മൾ വേറെ ഏതോ ഒരു വണ്ടിയിൽ വരുന്ന വൈബിലാണ് പോരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവരും മക്കളായിട്ടൊക്കെ പോരണം ഇങ്ങനെ ഈ വഴിയിലൂടെ ബൈക്കുമ്മൽ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇരിക്കാനൊക്കെ, പക്ഷെ നല്ല രസമാണ് പോരാൻ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടോ. എൻ്റെ കൊടുക്കണ്ട. ബേജാറാക്കട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്, നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞാണ് തോന്നുന്നുണ്ട്, 4 മണി കഴിഞ്ഞാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ ആർക്കും അത്ര ഭക്ഷണത്തിന് ആവശ്യമുള്ള ആൾക്കാരല്ല, അവർ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിനി. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ വണ്ടി കഴിക്കാൻ വിചാരിച്ചാണ്ട് ഇവിടെ കയറിയാണ്. ഫാരിസ് ഹോട്ടൽ ഫർസ അവിടെ കയറിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ നാട്ടിൽ പോവുകയാണ്. നിലമ്പൂർ വഴിയാണ് പോണത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നല്ല ക്ഷീണിച്ചാണ് കേട്ടോ, ബൈക്കുമേൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര ക്ഷീണമുണ്ട്, ബാക്കൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ